ഈ പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സോഷ്യോളജിയുടെ സെക്കൻഡ് ടേം റിവിഷനാണ്. ഇത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇപ്പോൾ ചാപ്റ്റർ 7 സോഷ്യൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ ഓർഡർ ഇൻ റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി. അപ്പോൾ ഇതിലെ വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ ചേഞ്ച്? ഇപ്പോൾ സോഷ്യൽ ചേഞ്ച് എന്നാൽ എന്ത്, സാമൂഹ്യ മാറ്റം എന്നാൽ എന്ത്? ആർ ഓൾ ചേഞ്ചസ് കൺസിഡേർഡ് ആസ് സോഷ്യൽ ചേഞ്ച്? എല്ലാ മാറ്റങ്ങളും സാമൂഹിക മാറ്റങ്ങളാണോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഇത് 2 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ചോദ്യമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളതിൽ ഒരു ഡെഫിനിഷൻ കൊടുക്കണം എന്തായാലും. അപ്പോൾ അക്കോർഡിംഗ് ടു മൊറിസ് ഗിൻസ്ബർഗ്, 5 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഷുവറായിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. 2 മാർക്കിൻ്റെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരു 4 സെൻറ്റൻസിൽ കൂടുതൽ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മൊറിസ് ഗിൻസ്ബർഗിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കണം. സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈസ് എ ചേഞ്ച് ഇൻ ദ സോഷ്യൽ സ്ട്രക്ചർ, അതായത് സാമൂഹ്യ ഘടനയിൽ വന്ന മൊത്തത്തിൽ ഒരു മാറ്റം അങ്ങോട്ട് സംഭവിക്കുമല്ലോ സമൂഹത്തിൽ. ആ ഘടനയിൽ വരുന്ന മാറ്റത്തെയാണ് സോഷ്യൽ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ഇനി സോഷ്യൽ ചേഞ്ച് എല്ലാ മാറ്റങ്ങളെയും നമ്മൾ സോഷ്യൽ ചേഞ്ച് എന്ന് പറയില്ല, കാരണം ചെറിയൊരു മാറ്റങ്ങളൊക്കെ എപ്പോഴും വരാമല്ലോ. പക്ഷേ അതൊന്നും നമ്മൾ സാമൂഹിക മാറ്റമായിട്ട് പറയാറില്ല. സോഷ്യൽ ചേഞ്ച് റെഫേഴ്സ് ടു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ്, പ്രാധാന്യമുള്ള മാറ്റങ്ങളാണ് സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഇൻക്ലൂഡ് ഓൺലി ബിഗ് ചേഞ്ചസ് വിച്ച് ട്രാൻസ്ഫോം തിങ്സ് ഫണ്ടമെൻ്റലി. മൊത്തത്തിലൊരു കാര്യം ഒരു സമൂഹത്തെ ഒരു മാറ്റിക്കളയുന്നത്, അടിമുടി മാറ്റിക്കളയുന്ന ചില കാര്യങ്ങളെ മാത്രമാണ് നമ്മൾ സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കാര്യം വന്നിട്ട് സമൂഹത്തിൽ അതൊരു ബിഗ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ സോഷ്യൽ ചേഞ്ച് എന്ന് വിളിക്കുന്നു. ദ ചേഞ്ചസ് ദാറ്റ് മേക്ക് ബിഗ് ഇമ്പാക്റ്റ് ഓവർ എ ലാർജ് സെക്ടർ ഓഫ് സൊസൈറ്റി ആർ കൺസിഡേർഡ് ആസ് സോഷ്യൽ ചേഞ്ച്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ കൊടുക്കാം, അങ്ങനെയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ. നമുക്കൊരു ഭൂകമ്പം ഒക്കെ വന്ന് ഒരു പ്രദേശം മുഴുവൻ ഇല്ലാണ്ടാകുക, അല്ലെങ്കിൽ അവിടെ കൃഷികളെല്ലാം നശിച്ചു പോവുക, അവിടെ ജീവിക്കാൻ പറ്റാതെ വരിക, അതൊക്കെ നമുക്ക് സോഷ്യൽ ചേഞ്ചായിട്ട് പറയാം. അപ്പോൾ ഇത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇനിയും അടുത്ത ടോപ്പിക്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു ചെറിയ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഞാൻ തന്നിരിക്കുന്നത്. ഇനി നമ്മളോട് ചോദിക്കുന്നത് എന്തെല്ലാം ചേഞ്ചസ് ആണ് സോഷ്യൽ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. അപ്പോൾ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ എത്ര ടൈപ്പ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്ന് എവല്യൂഷണറി ചേഞ്ചസ്. ഇപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസിന് നിങ്ങൾക്കിത് പറയാം. എവല്യൂഷണറി അല്ല, നിങ്ങൾക്ക് മറ്റ് ഞാൻ ഈ ഉദാഹരണം പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എവല്യൂഷണറി ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പതിയെ പതിയെ കാലങ്ങൾ എടുത്തിട്ട് ഒരു മാറ്റം വരുന്നു സമൂഹത്തിൽ, അതിനെയാണ് നമ്മൾ എവല്യൂഷണറി ചേഞ്ചസ് എന്ന് പറയുന്നത്. ദ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് സ്ലോലി ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഈസ് കോൾഡ് എവല്യൂഷണറി ചേഞ്ച്. അതായത് ദീർഘമായി അങ്ങനെ കാലഘട്ടം എടുത്ത് മാറ്റം സംഭവിക്കുന്നതിനെയാണ് പരിണാമം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് തിയറി ഓഫ് എവല്യൂഷനിൽ ചാൾസ് ഡാർവിൻ്റെ എവല്യൂഷനാണ് ഹെർബർട്ട് സ്പെൻസർ എടുത്തിട്ടുള്ളത്. ഹെർബർട്ട് സ്പെൻസർ ഈ ചാൾസ് ഡാർവിൻ്റെ ഈ പരിണാമ സിദ്ധാന്തം എടുത്തിട്ട് സൊസൈറ്റി അതേപോലെ എവല്യൂഷണറി ചേഞ്ചസിലൂടെ ഇന്നത്തെ സൊസൈറ്റി ആയി എന്ന് പറയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സോഷ്യൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം കൊടുക്കുന്നത്. ഇനി വാട്ട് ഈസ് സോഷ്യൽ എവല്യൂഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഡാർവിനിസം എന്നൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്. അപ്പോൾ സാമൂഹ്യ ലോകത്തിലെ മാറ്റങ്ങൾ വിലയിരുത്താനായി നമ്മൾ സൊസൈറ്റിയെ ചാൾസ് ഡാർവിൻ്റെ തിയറി എടുത്ത് അത് ഒരു ഉദാഹരണം പറയുന്നതിനെയാണ് നമ്മൾ എവല്യൂഷണറി തിയറി, സോഷ്യൽ ഡാർവിനിസം എന്ന് പറയുന്നത്. അതുപോലെ ഇതിൽ മറ്റൊരു പോയിൻറ്റും കൂടി നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്, ഓർഗാനിക് അനാലജി. ഹെർബർട്ട് സ്പെൻസർ ചെയ്തത് സമൂഹത്തെ ഒരു ജീവനുള്ള വസ്തു ആയിട്ടാണ് അദ്ദേഹം കമ്പയർ ചെയ്തത്. ഇനി അടുത്ത ചേഞ്ച്, അപ്പം നമ്മളിത് എവല്യൂഷണറി ചേഞ്ചസിലാണ് ഇതെല്ലാം ഉൾപ്പെടുത്തിയത്.
ഇനി റെവല്യൂഷണറി ചേഞ്ചസ്, അപ്പോൾ നിങ്ങൾ പോയിന്റ് കൊടുക്കുമ്പോൾ ഈ പോയിന്റ് ഇട്ട് കൊടുക്കണം, എങ്കിലേ അത് മാർക്ക് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ റെവല്യൂഷണറി ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന മാറ്റം. പെട്ടെന്ന് വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഇതുവരെ ആ സമൂഹം നല്ല രീതിയിൽ പോയിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ പോയിരിക്കുകയായിരുന്നു, ഒരു കണ്ടുപിടുത്തം അവിടെ വരുത്തിയ മാറ്റം. അപ്പം അതിന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം ആ സമൂഹത്തെ മൊത്തം ഘടനാപരമായി മാറ്റി. ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് റാപ്പിഡ്ലി ഓവർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അതിന് കാലതാമസമൊന്നുമില്ല. കുറേ മെഷീൻസ് കണ്ടുപിടിച്ചു, ആ മെഷീൻസിൻ്റെ കണ്ടുപിടുത്തം അവരെല്ലാ തലങ്ങളിലും ഉൽപ്പാദന രംഗത്ത് അത് ഉപയോഗിച്ചപ്പോൾ പെട്ടെന്ന് ആ സമൂഹം അടിമുടി മാറി. അതിനെയാണ് റെവല്യൂഷണറി ചേഞ്ചസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുമ്പോൾ നിലവിലുണ്ടായിരുന്ന രാജഭരണത്തെ അട്ടിമറിച്ചിട്ട് ജനാധിപത്യ ഭരണം കൊണ്ടുവന്നതാണ് ഫ്രഞ്ച് വിപ്ലവം. അപ്പം അതും സമൂഹത്തിൽ അടിമുടി മാറ്റമാണ് ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് പ്രോഗ്രസ് വരും. പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ സമൂഹം മെച്ചപ്പെട്ട് മാറ്റത്തിലേക്ക് വരും. അതായത് പുരോഗതി എന്ന് പറഞ്ഞാൽ, പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഉയർന്ന തലത്തിലേക്ക്, ഒരിക്കലും താഴ്ന്ന തലത്തിലല്ല. പിന്നെ വളർച്ച, ഗ്രോത്ത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ആളുകളുടെ എണ്ണം കുറവായിരുന്നു, കൊച്ചു ന്യൂക്ലിയർ ഫാമിലി ആയിരുന്നത്. പിന്നെ അതിങ്ങനെ ഡെവലപ്പ് ചെയ്തു, പിന്നെ അതിൽ നിന്ന് തലമുറകൾ വന്നു. അപ്പോൾ ഗ്രോത്ത്, ഇൻക്രീസിങ് സൈസ്, അതും പറയാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തേത്. ഇനി അത് റാപ്പിഡ് ചേഞ്ച്, അതായത് നമ്മൾ റെവല്യൂഷണറി ചേഞ്ച്. മൂന്നാമത്തതോ ഘടനയിൽ വരുന്ന മാറ്റം, സമൂഹത്തിൻ്റെ ഘടനയിൽ വരുന്ന മാറ്റം, സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമല്ലോ, ട്രാൻസ്ഫോർമേഷൻ, പരിവർത്തനങ്ങൾ, അതാണ് നമ്മൾ പറയുന്നത്. അതിനിപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന മാറ്റം. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കിപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ കുടുംബം തന്നെ എടുക്കാം. ഇപ്പോൾ കുടുംബത്തിൻ്റെ ഘടന ഒരു കാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. അപ്പോൾ അതിന് ചുറ്റിയാണ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിന്നിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിന്നിരുന്നത്. അപ്പോൾ ഇത് മാറ്റം ഇപ്പോൾ സംഭവിച്ചു. ഇപ്പോൾ നമ്മൾക്കറിയാം, നമ്മളിപ്പോൾ ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത് കുറവാണ്, ന്യൂക്ലിയർ ഫാമിലിയാണ്. പല ആളുകളും വ്യവസായവൽക്കരണം വന്നപ്പോൾ തൊഴിൽ തേടി ഓരോ സ്ഥലങ്ങളിലേക്ക് പോവുകയും അവിടെ തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായി ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ അങ്ങോട്ട് മാറ്റം വന്നു. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന ആ രീതിയിൽ, അതൊരു ഉദാഹരണം പറയാം. മറ്റൊന്ന് പറയാവുന്നത്, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന മാറ്റം പറയുമ്പോൾ, ഒരു കാലത്ത് സൊസൈറ്റിയിൽ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു, കൈമാറ്റ പ്രക്രിയ. ഒരു വസ്തു കൊടുത്തിട്ട് മറ്റൊരു വസ്തു വാങ്ങുന്ന ഒരു രീതി. പക്ഷേ പിന്നീട് പേപ്പർ കറൻസി വന്നു. പേപ്പർ കറൻസി വന്നപ്പോൾ ഇതൊക്കെ വളരെയധികം ഈസിയായി മാറി. നമുക്ക് കുറച്ച് പണം കൊണ്ടുപോവുക, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ കയ്യിലുള്ള വസ്തുവിൻ്റെ അതേ മൂല്യത്തിലുള്ള ഒരു വസ്തു കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടി അതിൽ മാറ്റം വന്നു. ഇതൊക്കെ നമ്മൾ സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയും. ഇന്ന് നമ്മൾക്കിതിന് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്നത്, ഇന്ന് നമ്മുടെ ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ്. നമ്മൾക്ക് പേപ്പർ കറൻസി പോലും ആവശ്യമില്ല. ഡിജിറ്റൽ കറൻസി നമ്മൾക്കിപ്പോൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്കത് എല്ലാ വസ്തുക്കളും നമുക്ക് വാങ്ങിക്കാനും നമുക്ക് വളരെ ആപ്പുകളൊക്കെ ഉണ്ട്. അതനുസരിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന രീതിയുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ഈസിയാണ് ഇന്നത്തെ നമ്മുടെ വിപണിയും എല്ലാം തന്നെ. ഇനി നമ്മളുടെ നാലാമത്തെ ചേഞ്ചസ്, സ്ട്രക്ചറൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ, ചേഞ്ചസ് ഇൻ വാല്യൂസ് ആൻഡ് ബിലീഫ്സ്. നമ്മുടെ മൂല്യങ്ങളിലും വിശ്വാസങ്ങളിലും വന്ന മാറ്റങ്ങൾ. പണ്ട് കാലത്തുണ്ടായിരുന്ന ആ ജീവിത രീതിയല്ല ഇന്ന്. നമ്മളുടെ കാഴ്ചപ്പാടുകളും മാറി, നമ്മളുടെ വിശ്വാസങ്ങളൊക്കെ മാറി. അപ്പോൾ ചേഞ്ചസ് ഇൻ വാല്യൂസ് ആൻഡ് ബിലീവ്സ് ക്യാൻ ഓൾസോ ലീഡ് ടു സോഷ്യൽ ചേഞ്ചസ്. അതിന് ഉദാഹരണം പറയാനുള്ളത്, പണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വലിയ താല്പര്യമില്ല. ഒരു 7 വയസ്സ് 8 വയസ്സാവുമ്പോൾ തന്നെ തൊഴിൽ മേഖലയിലേക്ക് കുട്ടിയെ കൊണ്ടുപോകും, പണിയെടുപ്പിക്കും, ഇഷ്ടിക കളങ്ങളിൽ. ഇന്നും അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ നിയമപരമായി ചൈൽഡ് ലേബർ എന്ന് നിരോധിച്ചിട്ട്. അപ്പം നമ്മുടെ മൂല്യങ്ങൾ മാറി, നമ്മുടെ വിശ്വാസങ്ങളും കാഴ്ചപ്പാടും മാറി. ഒരു കാലത്ത് ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ നോർമലായിരുന്നെങ്കിൽ ഇന്ന് ഇല്ലീഗലാണ്. അതേപോലെ പറയാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ചൈൽഡ് മാരേജ് ഉണ്ട്, സതി എന്ന ആചാരമുണ്ട്. അതൊക്കെ ഇന്ന് നമുക്ക് ഇല്ലീഗലാണ്. ഇന്നത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറ്റകരമാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ ഇതിൽ ഞാനൊരു കൺക്ലൂഷൻ ആഡ് ചെയ്യാൻ ഞാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ എന്ത് എഴുതി കഴിയുമ്പോഴും നിങ്ങളൊരു ഷോർട്ട് എസ്സേ എഴുതി കഴിയുമ്പോൾ നിങ്ങൾ എഴുതണം ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് ദാറ്റ് വി ക്യാൻ സീ ഇൻ ദ സൊസൈറ്റി. അത് നിങ്ങൾ ഓണായിട്ടൊരു സെൻറ്റൻസ് എങ്കിലും ഒരു കൺക്ലൂഷൻ കൊടുക്കുക. ഇപ്പോഴും നമ്മളൊരു ഷോർട്ട് എസ്സേയും ലോങ് എസ്സേക്കും ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും കൊടുക്കാൻ മറക്കരുത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ ടൈപ്സ് കഴിഞ്ഞു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ടൈപ്സ്. അതുപോലെ പല കുട്ടികൾക്കും മാറിപ്പോകുന്നു സോഴ്സസും ടൈപ്സും. മാറ്റങ്ങൾ വരാൻ കാരണമെന്ത് എന്ന് ചോദിക്കുമ്പോൾ പറയേണ്ടതാണ് ഇനി പറയുന്ന ആൻസേഴ്സ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ചേഞ്ച്? എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ വരുന്നത്? അതിലൊന്ന് നമുക്ക് പ്രധാനമായിട്ടും മെയിൻലി ദെയർ ആർ 5 സോഴ്സസ് ഓഫ് ചേഞ്ച്. നമ്മൾക്ക് 5 സോഴ്സസ് നമുക്കെടുത്ത് പറയാം. കുറേ സോഴ്സസ് ഉണ്ട് എങ്കിലും നമ്മൾ 5 എണ്ണമാണ് എടുത്തു പറയുന്നത്. ഒന്ന് പരിസ്ഥിതി വരുത്തുന്ന മാറ്റമാണ്. ഒരു പരിസ്ഥിതി, നമ്മുടെ എൻവയൺമെൻറ്റാണ് സൊസൈറ്റി ഉണ്ടാക്കുന്നത്. നമ്മളെപ്പോഴും പറയുമല്ലോ, വെള്ളമുള്ള സ്ഥലത്താണ്, കൃഷി ചെയ്യാനൊക്കെ സൗകര്യമുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സഞ്ചരിക്കാനുള്ള സ്ഥലത്ത്, പറ്റുന്ന സ്ഥലത്തൊക്കെയാണ് ആളുകൾ തിങ്ങിപ്പാർക്കുന്നത്. അവിടെയാണ് സിവിലൈസേഷൻ, സംസ്കാരം രൂപപ്പെടുന്നത്. അപ്പോൾ എൻവയൺമെൻറ്റ് മേ ഹാവ് ഷേപ്ഡ് സൊസൈറ്റി. ഇപ്പം നമ്മൾക്ക് അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ വരുന്നു, ഒരു ഭൂകമ്പം വരുന്നു, വെള്ളപ്പൊക്കം വരുന്നു, അല്ലെങ്കിൽ തിരമാലകൾ അടിച്ചു കയറുന്നു. ആ സൊസൈറ്റിയെ മൊത്തം വളരെയധികം മാറ്റങ്ങൾ വരുത്തുന്നു. അപ്പോൾ ഭൂചലനങ്ങൾ, പർവ്വത സ്ഫോടനങ്ങൾ, പ്രളയം, സുനാമി എന്നിവ ഉള്ള പെട്ടെന്നുണ്ടാകുന്ന അത്യാഹിതങ്ങൾ സമൂഹത്തിൻ്റെ ആ സ്ട്രക്ചർ അങ്ങോട്ട് മാറ്റിക്കളയാം, മൊത്തമായി മാറ്റിക്കളയാം. ചിലപ്പോൾ അവിടെ താമസിക്കാൻ പറ്റുന്ന രീതിയായിരിക്കില്ല, അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ വസ്തുക്കളും നശിച്ചു പോയിട്ടുണ്ടാവും, വീടും അവരുടെ ജീവിത മാർഗങ്ങളും എല്ലാം. അപ്പോൾ അതൊരു സമൂലമായ മാറ്റം വരുത്തുന്നതാണ്, അതൊരു കാരണമാണ്. അപ്പോൾ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ നമുക്കത് പറയാം. ഇനി ഇത് നെഗറ്റീവാണ്, പോസിറ്റീവ് പറയാം. അതായത് ഒരു സ്ഥലത്ത് ഒരു മൈൻ കണ്ടെത്തി, ഒരു ഖനി കണ്ടെത്തി, ഗോൾഡ്, അത് പ്രത്യേകിച്ച് നമുക്ക് വേണമെങ്കിൽ കാലിഫോർണിയ എടുത്ത് പറയാം. അതുപോലെ ഈ മിഡിൽ ഈസ്റ്റിൽ എണ്ണയുടെ നിക്ഷേപം കണ്ടെത്തിയത് ആ സൊസൈറ്റിയെ വളരെയധികം മാറ്റി എന്ന് പറയാം. കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ദ സൊസൈറ്റി. റിച്ചാണ്, ആ പ്ലേസൊക്കെ വളരെ ഡെവലപ്ഡാണ്. അപ്പോൾ കാലിഫോർണിയയിൽ സ്വർണം കണ്ടെത്തിയപ്പോഴും പശ്ചിമ ഏഷ്യയിൽ എണ്ണ ശേഖരത കണ്ടെത്തിയാലും ആ സമൂഹത്തെ മൊത്തമായി മാറ്റി. അത് നല്ല പോസിറ്റീവായിട്ടാണ് മാറ്റിയത്. ഇനി സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരുന്നത് എന്താണ്? സാങ്കേതികത, നമ്മളുടെ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ. അപ്പോൾ നമുക്കറിയാം, ഒരു കാലത്ത് നമ്മൾക്ക് സാങ്കേതികത എന്ന് പറയുമ്പോൾ നമ്മൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ മരക്കഷ്ണം വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഡിഗ് ചെയ്തിരുന്നത്, കുഴിച്ചതും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉപയോഗിച്ചു. കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ആയുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ സഞ്ചരിക്കുവാൻ ചക്രം കണ്ടുപിടിച്ചു, പിന്നെ തീ കണ്ടുപിടിച്ചു. ഇങ്ങനെ സാങ്കേതികം മെച്ചപ്പെട്ട് വരുമ്പോഴാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ വരുന്നത്. അതേപോലെ ടെക്നോളജിയിൽ മാറ്റം വരും, ഒരു കണ്ടുപിടുത്തം. ഇപ്പം നമ്മൾക്കതിന് ഉദാഹരണം പറയാം. ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം സമൂഹത്തെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി. ആവിയന്ത്രം എന്ന് പറയുമ്പോൾ മാറ്റി നിർത്തുമ്പോൾ റെയിൽവേയും സ്റ്റീംഷിപ്പും, കപ്പലിലൂടെയുള്ള സഞ്ചാരം കാറ്റ് നോക്കിയിട്ടായിരുന്നു, പായക്കപ്പലിലായിരുന്നു. അത് മാറ്റിയിട്ട് സ്റ്റീംഷിപ്പിൽ, ആ സ്റ്റീം പ്രവർത്തിപ്പിച്ചിട്ട്, എൻജിൻ പ്രവർത്തിപ്പിച്ചിട്ട് കപ്പലുകൾ നമുക്ക് തിരിച്ച് പോകാൻ സാധിക്കുന്നു. അത് വളരെ ഭീമമായ മാറ്റമാണ് സമൂഹത്തിൽ കൊണ്ടുവന്നത്. അതുപോലെ റെയിൽവേ, ഓരോ മുക്കിലും മൂലയിലും നമ്മൾ കണക്ട് ചെയ്യുന്ന റെയിൽവേ പാതകൾ നിർമ്മിച്ചു. നമ്മൾക്കിവിടെ ഇന്ത്യയിൽ റെയിൽവേ വന്നത് ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ്. ഇതൊക്കെ നമുക്ക് സമൂഹത്തിനെ മൊത്തം മാറ്റിയ കണ്ടുപിടുത്തമാണ്. അപ്പോൾ ആവിക്കപ്പലുകൾ, റെയിൽവേ എന്നിവയും, അതുപോലെ ഗൺ പൗഡറിൻ്റെ കണ്ടുപിടുത്തം, വെടിമരുന്ന് യുദ്ധത്തിന് മാത്രമല്ല, നമുക്ക് ചില മൈനുകളുടെ പ്രവർത്തനത്തിനുമൊക്കെ നമുക്ക് അത് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കിയതാണ്. പിന്നെ മറ്റൊന്നാണ് ഇൻവെൻഷൻ ഓഫ് പേപ്പർ നിർമ്മാണം കണ്ടെത്തിയതോടെ ആളുകളുടെ അറിവ്, ബുക്ക്, വളരെ ചീപ്പ് റേറ്റിൽ ബുക്കുകൾ പ്രിൻ്റ് ചെയ്യാൻ സാധിച്ചു. അതാണ് അച്ചടി വിപ്ലവം സൃഷ്ടിക്കാൻ സാധിച്ചു. അപ്പോൾ ആളുകൾക്ക് സാങ്കേതിക വിവരങ്ങൾ ലഭിക്കുവാൻ വേണ്ടി, സാങ്കേതിക വിവരങ്ങളല്ല, അടിസ്ഥാനപരമായ എല്ലാ വിവരങ്ങളും പത്രങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും അറിവ് സമ്പാദിക്കാൻ സാധിച്ചു. ആളുകളിൽ മൊത്തം കാഴ്ചപ്പാടിൽ മാറ്റം വന്നു.
ഇനി മൂന്നാമത്തേത് ഇക്കോണമിയിൽ വന്ന മാറ്റമാണ്. ഇക്കോണമി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ടെക്നോളജിയിൽ വരുന്ന മാറ്റം നമുക്ക് ഇക്കണോമിക് ചേഞ്ചസ് ഉണ്ടാവും, അതുപോലെ സോഷ്യൽ മാറ്റങ്ങൾ ഒരുപാടുണ്ടാവും. ഇപ്പോൾ നമ്മൾക്ക് ഈ ടെക്നോളജിയിൽ മാറ്റം ഇല്ല എങ്കിലും നമുക്ക് ചിലപ്പോൾ നമ്മുടെ സംഘടനകൾ, എക്കണോമിക് ഓർഗനൈസേഷൻ, അത് നമുക്ക് മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടാക്കാം. അപ്പം നോൺ ടെക്നോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളുടെ ഒരു എക്കണോമിക് ഓർഗനൈസേഷൻ ക്യാൻ ഓൾസോ ചേഞ്ച് ദ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് വളരെയധികം കാപ്പിത്തോട്ടങ്ങൾ, തേയിലത്തോട്ടങ്ങൾ ഇതൊക്കെ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോഴും പണിക്ക് ഒരുപാട് ആളുകളെ ആവശ്യമായി വന്നു. അപ്പോൾ ഈ കോളനി വെട്ടിപ്പിടിച്ച് ഓരോ നാടും കാടായി കിടക്കുന്ന, തരിശുഭൂമിയായി കിടക്കുന്ന അവിടെയെല്ലാം പണി ചെയ്യാൻ ഒരുപാട് തൊഴിലാളികളെ ആവശ്യമായി വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ആളുകളുടെ ഒരു കോളനി വെട്ടിപ്പിടിക്കുന്ന സാമ്രാജ്യ ശക്തികൾക്ക് ഒരാശയം വന്നത് അടിമത്തം. സ്ലേവ്സിനെ കിട്ടുകയാണെങ്കിൽ, അടിമകളെ കിട്ടുകയാണെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ പോയി ആഫ്രിക്കയിലൊക്കെ പോയി അടിമകളെ പിടിച്ചുകൊണ്ട് വന്ന് അവർ പണിയെടുപ്പിക്കുന്നു, അല്ലെങ്കിൽ അടിമ വിൽക്കുന്ന സ്ഥലത്ത് പോയി അടിമകളെ വാങ്ങിച്ചു കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നു. അപ്പോൾ അവിടെ ഒരു സമ്പ്രദായമുണ്ടായി, സ്ലേവറി, അടിമത്തം എന്ന സമ്പ്രദായമുണ്ടായി. സ്ലേവ് ട്രേഡ്, അടിമ കച്ചവടം എന്നൊക്കെ ഉള്ളത് അവിടെ ഒരു നോർമലായിരുന്നു, ഇല്ലീഗലായിരുന്നില്ല. അപ്പോൾ ഡിമാൻഡ് ഓഫ് ലേബർ ലെഡ് ടു ദ എമർജൻസ് ഓഫ് സ്ലേവറി ആൻഡ് സ്ലേവ് ട്രേഡ്. ഇനി നമ്മൾക്ക് അതിനൊരു ഉദാഹരണം എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ ഞാൻ പറഞ്ഞു. ദ ഗ്രോയിങ് ഓഫ് സിംഗിൾ ക്രാഷ് ക്രോപ്സ് ലൈക്ക് ഷുഗർ കെയിൻ, കരിമ്പ് തോട്ടം, തേയിലത്തോട്ടം, അതുപോലെ കോട്ടൺ, പരുത്തിത്തോട്ടം, ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ തൊഴിൽ ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഇതിനു വേണ്ടി ട്രേഡ്, സ്ലേവറിയും സ്ലേവ് ട്രേഡും ആരംഭിച്ചത്. ഇനി മറ്റു സോഴ്സാണ് പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് പൊളിറ്റിക്കൽ ഫോഴ്സസ് അതെപ്പോഴും നമ്മൾക്ക് സമൂഹത്തിൽ മാറ്റം വരുത്തുന്നത് നിയമനിർമ്മാണം അല്ലെങ്കിൽ പുതിയൊരു ചട്ടം കൊണ്ടുവരിക. അപ്പോൾ അത് നമ്മൾ അനുസരിക്കേണ്ടി വരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾക്ക് അങ്ങനെ വരുമ്പോൾ ചട്ടം കൊണ്ടുവരുമ്പോൾ മാത്രമല്ല കേട്ടോ സംഭവിക്കുന്നത്, പെട്ടെന്ന് യുദ്ധം വരുമ്പോഴും നമുക്ക് മൊത്തം മാറ്റം വരികയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ, നമ്മുടെ രാജ്യത്തെ മറ്റൊരു പൊളിറ്റിക്കൽ കോസാണത്, ആക്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വേറെ വളരെ ദുസ്സഹമായി മാറും. നമുക്കിപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് വിദേശ രാജ്യങ്ങളുടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മോഡേൺ സ്കോളേഴ്സ് തിങ്ക് ദാറ്റ് അവർ പൊളിറ്റിക്കൽ ഫോഴ്സസ് ഹാവ് ബീൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ഇപ്പോൾ രാഷ്ട്രീയ കാരണം എന്ന് പറയുമ്പോൾ യുദ്ധം തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. ഇനി യുദ്ധത്തിൽ നമ്മളുടെ രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾക്കതിനൊരു ഒരുപാട് ഉദാഹരണമുണ്ട്. ഹൈന്ദവ രാജ്യമായ നമ്മുടെ രാജ്യം ടർക്സ് ആരംഭിച്ചപ്പോൾ, തുർക്കികൾ ആക്രമിച്ചപ്പോഴാണ് ഇവിടെയുള്ള നമ്മുടെ ആരാധനാലയങ്ങളൊക്കെ തകർക്കുകയും ഇവിടെ മുസ്ലിം പള്ളികൾ പണിയുകയും ആളുകളെ നിർബന്ധിതമായി ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ സൊസൈറ്റിയിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താനായിട്ട് ഒരു പൊളിറ്റിക്കൽ ഫോഴ്സിന് സാധിക്കും. അതുപോലെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ് വോൺ വിക്ടറി ഓവർ ജപ്പാൻ ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ. അപ്പോൾ ജപ്പാനെ യുണൈറ്റഡ് സ്റ്റേറ്റ്, അമേരിക്ക വിജയം നേടി ആ സമൂഹത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തി. അപ്പം ജപ്പാൻ ഇപ്പോൾ ഇന്ന് നമുക്കറിയാം വളരെ അഡ്വാൻസ്ഡ് ആയ കൺട്രിയാണ്. അത് യുണൈറ്റഡ് സ്റ്റേറ്റ് അവർ കൊണ്ടുവന്ന മാറ്റമാണ്. പിന്നെ മറ്റൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൊളിറ്റിക്കൽ ചേഞ്ചിൽ വരുത്തിയത് ഓരോ നിർമ്മാണം. ഇപ്പോൾ നമുക്കറിയാം ഡെമോക്രസിയിൽ നമ്മുടെ ഭാരതത്തിൽ ഒരു കാലത്ത് നമുക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല. താഴ്ന്ന ജാതിക്കാർക്ക്, ഉയർന്ന ജാതിക്കാർക്കായിരുന്നു എല്ലാ ആനുകൂല്യവും ഉണ്ടായിരുന്നത്. അപ്പോൾ സാധാരണക്കാരായ താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസത്തിനുള്ള യോഗ്യത പോലും ഉണ്ടായിരുന്നില്ല. അതുപോലെ സ്ത്രീകൾക്ക് സ്വത്തവകാശം ഒന്നും ഉണ്ടായിരുന്നില്ല, വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം നേടിത്തന്നത് നമുക്ക് ഡെമോക്രസിയാണ്. അപ്പോൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഈസ് ദ സിംഗിൾ ബിഗ്ഗസ്റ്റ് പൊളിറ്റിക്കൽ ചേഞ്ച്. ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് പൊളിറ്റിക്കൽ ചേഞ്ചിന്. ഇനി മറ്റൊന്ന്, അഞ്ചാമത്തത് കൾച്ചറൽ ചേഞ്ചസ് ആണ്, നമ്മുടെ സാംസ്കാരികമായ മാറ്റം.
അതായത് നമ്മൾക്കറിയാം ചേഞ്ചസ് ഇൻ ഐഡിയാസ് ആൻഡ് ബിലീഫ്സ് നാച്ചുറലി ലെഡ് ടു ദ ചേഞ്ചസ് ഇൻ സോഷ്യൽ ലൈഫ്. നമ്മുടെ സാംസ്കാരികമായ മാറ്റങ്ങൾ നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ ആശയങ്ങളും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ റിലീജിയസ് ലൈഫ് തന്നെ അതിന് ഒരു ഉദാഹരണമായി പറയാം. റിലീജിയസ് ലൈഫ് ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഹൈലി റിലീജിയസ് ആയ ആളുകളുണ്ട്, ഇപ്പോൾ ഒട്ടും തന്നെ റിലീജിയസ് അല്ലാത്ത ആളുകളുണ്ട്. അതൊക്കെ ഇന്ന് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. ഇനി ഇവിടെ ഒരു ഉദാഹരണം പറയാനുള്ളത്, ഒരു ചില മതവിശ്വാസം എക്കണോമിക് പ്രോസ്പെരിറ്റി ഉണ്ടാക്കാൻ സാധിക്കും. അതിന് ഉദാഹരണമാണ് പ്രൊട്ടസ്റ്റൻ്റുകാർ പറയുന്നത് ഈ ഭൂമിയിലുള്ള സമ്പാദ്യം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, അതായത് ഈ സൊസൈറ്റിയുടെ സമൃദ്ധി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സ്വർഗരാജ്യത്തിന് അവകാശമാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് എത്തിക് ഹെൽപ്പ് ടു എസ്റ്റാബ്ലിഷ് ദ ക്യാപിറ്റലിസ്റ്റ് സോഷ്യൽ സിസ്റ്റം. അതുകൊണ്ട് തന്നെ അവരവരുടെ കയ്യിലുള്ള പണമെല്ലാം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയും അവർ മുതലാളിത്തം, അതായത് ഒരു ക്യാപിറ്റലിസ്റ്റുകളായി മാറുകയും പണം സമ്പാദിക്കുകയും ആ പണം സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കുകയും സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശനം ഉള്ളൂ എന്നുള്ള പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്കാണ് ക്യാപിറ്റലിസം ഉണ്ടാകാൻ കാരണമെന്ന് പറയുന്നു. പിന്നെ നമുക്കറിയാം ബുദ്ധിസമൊക്കെ വളരെയധികം നമ്മുടെ സമൂഹത്തെ മാറ്റിമറിച്ചതാണ്. വളരെ അഹിംസാപരമായ ചിന്തയാണ് അവിടെ ഉണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് സമത്വമാണ് കൊടുത്തിരുന്നത്. വളരെ മനോഹരമായ ഒരു ചിന്തയായിരുന്നു അത്. പിന്നെ അതുപോലെ ഭക്തിപ്രസ്ഥാനവും താഴ്ന്ന ജാതിക്കാർക്ക് തുല്യസ്ഥാനവും വളരെ കോംപ്ലിക്കേറ്റഡായ കർമ്മങ്ങളും സാക്രിഫൈസും പൂജകളൊന്നും വേണ്ട, സംസ്കൃത ശ്ലോകങ്ങളൊന്നും വേണ്ട, സാധാരണക്കാരൻ്റെ ഭാഷയിൽ അവർ കീർത്തനങ്ങൾ പാടിയാണ് ദൈവത്തെ പ്രകീർത്തിച്ചത്. എല്ലാവർക്കും ഭക്തിപ്രസ്ഥാനത്തിലൂടെ എല്ലാവർക്കും മതസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ സമൂഹത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ദെയർ ആർ 5 സോഴ്സസ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയാം. ഇനി സോഷ്യൽ ചേഞ്ച് ഇങ്ങനെ അപകടകരമായി മാറുന്നത് ശരിയല്ല. നമ്മുടെ സൊസൈറ്റിയുടെ കൾച്ചർ മൊത്തം മാറുന്നത് ശരിയല്ല. അപ്പോൾ സമൂഹത്തിൽ ആളുകൾക്ക് തോന്നുന്ന പോലെ ജീവിച്ചാൽ അത് അപകടമാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത്, വാട്ട് ഈസ് ദ റോൾ ഓഫ് സോഷ്യൽ ഓർഡർ ഇൻ അവർ സൊസൈറ്റി? ഇത് പലപ്പോഴും ആനുവൽ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്, എക്സ്പ്ലെയിൻ ഹൗ സോഷ്യൽ ഓർഡർ ക്യാൻ ബി അച്ചീവ്ഡ്. എങ്ങനെയാണ് നമുക്ക് സമൂഹത്തിൽ ഒരു സാമൂഹിക ക്രമം നിലനിർത്താനാവുക? അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ടത്, ഒരു സോഷ്യൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഹാസ് ടു ബി കോൺട്രാസ്റ്റഡ് വിത്ത് സോഷ്യൽ ഓർഡർ. ഈ സോഷ്യൽ ഓർഡർ നിലവിലുള്ള സാമൂഹ്യ ക്രമത്തെ മാറ്റുന്നതല്ലേ സാമൂഹ്യ മാറ്റം? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അപകടമല്ലേ? അപ്പോൾ കുറേ ആൾക്കാർ തീർച്ചയായിട്ടും അതിനെ എതിർക്കാനുള്ള ഒരു പ്രവണതയുണ്ടാവും. അപ്പോൾ ഇപ്പോൾ അതിനൊരു ഉദാഹരണം തന്നെ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കാസ്റ്റ് സിസ്റ്റം തന്നെ എടുക്കുക. നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്ന ബ്രാഹ്മിൺ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന് പറയുന്നവരെ മറ്റു 3 വിഭാഗങ്ങളും വളരെയധികം ചൂഷണം ചെയ്തിട്ടാണ് അവരുടെ തൊഴിലിനെയും അവരുടെ ജീവിതത്തെ മൊത്തം ചൂഷണം ചെയ്തിട്ടാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഉയർന്ന ജാതിക്കാർക്ക് ഈ സിസ്റ്റം മാറണമെന്ന ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അങ്ങനെ തന്നെ തുടരണമെന്നായിരിക്കും ആഗ്രഹം. എന്നാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ജാതിയിൽപ്പെട്ടവർക്കോ ഇതിൽ നിന്ന് രക്ഷപ്പെടണം, സമൂഹത്തിൽ മാറ്റം വരണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു റെസിസ്റ്റ് ആൻഡ് റെഗുലേറ്റ് ചേഞ്ച്. അപ്പോൾ ഒരുപാട് ആളുകൾ മാറ്റത്തെ ചെറുക്കാനും കൺട്രോൾ ചെയ്യാനും ശ്രമിക്കും. അപ്പോൾ ഇറ്റ് റിഫേഴ്സ് ടു ആക്റ്റീവ് മെയിൻ്റനൻസ് ആൻഡ് റീപ്രൊട്ടക്ഷൻ ഓഫ് പെർട്ടിക്കുലർ പാറ്റേൺ ഓഫ് സോഷ്യൽ റിലേഷൻ ആൻഡ് ഓഫ് വാല്യൂസ് ആൻഡ് നോംസ്. അപ്പം നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളുടെയും മൂല്യങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും ഒരു പ്രത്യേക രീതിയിൽ സമൂഹം അത് കൊണ്ടുപോയാലാണ് സാമൂഹ്യ ക്രമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റി. ഇപ്പോൾ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കൾച്ചർ അതേപോലെ തന്നെ പോകണ്ടേ, അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചർ നഷ്ടമാവില്ലേ? അപ്പോൾ അതിന് ഉദാഹരണം, നമ്മൾ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശനം പാടില്ല എന്ന് പറയുന്ന ഒരു കൾച്ചറാണ് നമ്മുടെ ഹൈന്ദവ വിശ്വാസമാണത്. അയ്യപ്പനുമായി റിലേറ്റഡായ ഒരു വിശ്വാസമാണ്. അപ്പോൾ ആ സ്ഥലത്ത് എന്തിനാണ് ഒരു മാറ്റം കൊണ്ടുവരുന്നത്? അപ്പോൾ മറ്റൊരു വശത്ത് പറയുന്നത് മാറ്റം വേണ്ടേ, സ്ത്രീകൾക്കും എല്ലായിടത്തും തുല്യത വേണ്ടേ? പക്ഷേ അതൊരു സാമൂഹ്യ ക്രമം തകർക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡായ ഒരു പ്രശ്നമാണ്. മാറ്റം വേണം താനും, എന്നാൽ സമൂഹത്തിൻ്റെ
സ്ഥിരത നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ സം ഓഫ് ദ തിങ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു കീപ്പിംഗ് സൊസൈറ്റി സ്റ്റേബിൾ ആർ കോൾഡ് സോഷ്യൽ ഓർഡർ. അപ്പോൾ സമൂഹത്തെ സുസ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്ന ചില കാര്യങ്ങളെയാണ് സാമൂഹ്യ ക്രമം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെബിലിറ്റി റിക്വയർസ് ദാറ്റ് പീപ്പിൾ ഷുഡ് ഒബേ ദ സെയിം റൂൾസ്. എങ്ങനെയാണ് സ്ഥിരത സാമൂഹ്യ ക്രമം നിലനിർത്തുന്നത്? നമ്മുടെ സമൂഹത്തിൽ കുറേ ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളും നിയമങ്ങളും നമ്മൾ സ്ഥാപനങ്ങളെയൊക്കെ അല്ലെങ്കിൽ സാമൂഹ്യ സ്ഥാപനങ്ങളെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, അനുസരിക്കണം. അങ്ങനെ അനുസരിക്കുകയാണെങ്കിൽ അവരാവശ്യപ്പെടുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ സാമൂഹ്യക്രമം നിലനിർത്താൻ പറ്റുള്ളൂ. ഇനി നമുക്ക് മാറ്റത്തെ എതിർക്കുന്ന കാരണം, അപ്പോൾ സാമൂഹ്യക്രമം ഇല്ലാതെ ആക്കാൻ നോക്കുമ്പോഴാണ് ആളുകൾ അതിനെ എതിർക്കുന്നത്. അപ്പോൾ സോഷ്യൽ ചേഞ്ചിനെ ചിലർ എതിർക്കും. ഇപ്പോൾ അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞു. സമൂഹ മാറ്റത്തെ ചെറുക്കുന്നതിന് ചില കാരണം, ചിലവർ അനുഭവിച്ചിരുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് നഷ്ടമാകുമല്ലോ എന്നോർത്തിട്ട്. അതിനാണ് ഇപ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്. റിച്ച് ആൻഡ് പവർഫുൾ സെക്ഷൻ, അതായത് ഹൈ കാസ്റ്റ് പീപ്പിൾ ഇൻ സൊസൈറ്റി റെസിസ്റ്റ് സോഷ്യൽ ചേഞ്ചസ്. അവർ സോഷ്യൽ ചേഞ്ച് വേണ്ട എന്ന് പറയും, സമൂഹത്തിൽ മാറ്റം വേണ്ട എന്ന് പറയും. എന്നാൽ വേറെസ് ദ പുവർ ആൻഡ് പവർലെസ് സെക്ഷൻ, പാവപ്പെട്ടവരും ശക്തി ഇല്ലാത്തവരും, വീക്ക് സെക്ഷൻ എന്ന് പറയുന്ന വിഭാഗക്കാർ, പവറില്ല, അവർക്ക് അധികാരമില്ലാത്തവരും എങ്ങനെയെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന് അവരാഗ്രഹിക്കും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കൂടെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, എങ്ങനെയാണ് നമുക്ക് സോഷ്യൽ ഓർഡർ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്, മാറ്റത്തെ എങ്ങനെ ചെറുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒന്ന്, ആളുകൾ സ്വയം തയ്യാറാകുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാം. അപ്പോൾ സ്ത്രീകൾ തന്നെ പറയുന്നു, ഞങ്ങൾ കയറുന്നില്ല, ഞങ്ങൾ ആ നിയമം ചട്ടങ്ങൾ അനുസരിച്ചിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. അപ്പോൾ വെൻ പീപ്പിൾ വില്ലിംഗ്ലി വിഷ് ടു ബി അബൈഡ് ബൈ ദ റൂൾസ്, എല്ലാം ഞങ്ങൾ മനസ്സോടെ ഇവിടെ എന്താണോ ചട്ടം അത് ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. ഇനിയിപ്പോൾ ഇവിടെ സൊസൈറ്റിയിൽ ഞങ്ങളുടെ ആളുകൾ പറയുന്ന ആ ചട്ടങ്ങൾ ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും ചില സ്ത്രീകൾ പറയും, പുരുഷൻ പറയുന്നതേ ഞങ്ങൾ കേൾക്കുള്ളൂ, ഞങ്ങൾ പുരുഷന് വിധേയമായിട്ട് തന്നെ ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. അതവർ സ്വയമേ ചെയ്യുന്നതാണ്. എന്നാൽ ചിലവർ അവർ ഫോഴ്സ്ഫുള്ളി ഞങ്ങൾ അമ്പലത്തിൽ കയറും എന്ന് പറഞ്ഞ് കയറുമ്പോഴോ എന്താ ചെയ്യുക? അവരെ നമ്മൾ കൺട്രോൾ ചെയ്യും, അവരെ നമ്മൾ അങ്ങനെ ചെയ്താൽ അപ്പോൾ അറസ്റ്റ് ചെയ്ത് മാറ്റും. വെൻ പീപ്പിൾ ആർ കമ്പൽഡ് ടു ഫോളോ ദ റൂൾസ്, അവരെ നമ്മൾ നിർബന്ധിക്കും. അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് വെക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കാനെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾക്ക് വേഗം ഫൈൻ, കമ്പൽഷൻ എന്ന് പറയുമ്പോൾ ഒന്നിൽ ഫൈൻ അല്ലെങ്കിൽ പോലീസിൻ്റെ ശകാരം, ഇത് നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പേടിച്ചിട്ട് നമ്മൾ ഹെൽമെറ്റ് വെക്കും. എവരി സൊസൈറ്റി യൂസസ് എ ഹാപ്പി കോമ്പിനേഷൻ ഓഫ് ദീസ്. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും എല്ലാവരും വില്ലിങ് ആവില്ല നിയമം പാലിക്കാൻ. അപ്പോൾ ചെറിയൊരു കമ്പൽഷനും കൂടി വന്നിട്ടാണ് സൊസൈറ്റിയുടെ ഓർഡർ നമ്മൾ സ്റ്റെബിലിറ്റി മുന്നോട്ട് വരുന്നത്. മോസ്റ്റ് മോഡേൺ സൊസൈറ്റി ഡിപ്പെൻഡ് ഓൺ ദ സം ഫോം ഓഫ് പവർ. അപ്പോൾ സൊസൈറ്റി അതിന് കണ്ടിരിക്കുന്ന ഒരു ഉപാധി എന്താണ്? നമ്മുടെ സൊസൈറ്റിയിലെ ആളുകളെ തന്നെ ചിലവരെ സെലക്ട് ചെയ്ത് ചില അധികാരങ്ങൾ കൊടുക്കുന്നു. ആ പവർ, അവരുടെ അധികാരത്തെ പേടിച്ച് നമ്മൾ അനുസരിക്കുന്നു. അതിന് ഏറ്റവും വലിയ അധികാരം നമ്മൾ പേടിക്കുന്ന ആരെയാണ്? പോലീസിനെ തന്നെയാണ്. നമ്മളിപ്പോൾ പോകുമ്പോൾ ഒരു പോലീസ് വന്നിട്ട് നമ്മളെ ചോദ്യം ചെയ്താൽ നമ്മൾ തിരിച്ചൊന്നും പറയില്ല. കാരണം എന്താണ്? അവരുടെ അധികാരം. നമ്മളെ ശകാരിക്കുകയാണെങ്കിൽ അത് കേൾക്കും. അത്രയും അവർ അനീതി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളത് കംപ്ലൈൻറ്റുമായിട്ട് മറ്റുള്ളവരെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷെ ഒരു പരിധിവരെ അവരുടെ ശകാരവും അവരുടെ ആ ഒരു കമ്പൽഷനും നമ്മൾ അനുസരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ അധികാരത്തിലുള്ള ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലോ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ, അവിടുത്തെ ടീച്ചേഴ്സ് പറയുന്നത് അനുസരിക്കേണ്ടി വരും, പ്രിൻസിപ്പൾ പറയുന്നത് അനുസരിക്കേണ്ടി വരും. മതപരമായ സ്ഥാപനങ്ങളിലാണെങ്കിൽ അത് ചെയ്യേണ്ടി വരും. ഓഫീസുകളിലൊക്കെ നമ്മളിപ്പോൾ പഞ്ചായത്തൊക്കെ ചെല്ലുമ്പോൾ പഞ്ചായത്തിലെ ഓഫീസേഴ്സ്, തഹസിൽദാരൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള അധികാരങ്ങളെ നമ്മൾ അനുസരിക്കുന്നു. അപ്പോൾ നമ്മൾക്കിപ്പോൾ തന്നെ നോക്കണം, എന്താണ് അധികാരം, അതോറിറ്റി എന്താണ്. അതായത് മറ്റൊരാളുടെ ഇഷ്ടം എന്താണെന്ന് നോക്കാതെ തനിക്ക് തോന്നിയതല്ല കേട്ടോ, തൻ്റെ നിയമം അതനുസരിച്ച് മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ സാധിക്കുന്നതാണ് അധികാരം. ഇനി മോസ്റ്റ് മോഡേൺ സൊസൈറ്റി ഡിപ്പെൻഡ് ഓൺ സം ഫോം ഓഫ് പവർ. സൊസൈറ്റിയിൽ ചില അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് എന്തിനാണ് അങ്ങനെ അധികാരം കൊടുത്തേക്കുന്നത്? ആ സ്ഥാപനം നല്ല രീതിയിൽ പോകാൻ. സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കുടുംബത്തിൽ അധികാരി ആരാണ്?
ഇപ്പോൾ നമ്മൾ കൂട്ടുകുടുംബമാണെങ്കിൽ കാരണവരാണ്. കാരണവർ പറഞ്ഞത് എല്ലാവരും അനുസരിക്കണം. ഇന്നത്തെ കുടുംബത്തിലാണെങ്കിൽ അധികാരം ആർക്കാണ്? അച്ഛനും അമ്മയ്ക്ക് തന്നെയാണ്. ഇപ്പോൾ ഈക്വൽ സ്ഥാനമാണ് അച്ഛനും അമ്മയ്ക്കും. അതുപോലെ തന്നെ അവരാണ് ചട്ടങ്ങൾ ചട്ടങ്ങൾ മറ്റുള്ളവരിലേക്ക് ഫോളോ ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്ഥാപനത്തിലും അതിൻ്റേതായ അധികാരികളുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് അധികാരം എന്ന് ചോദിക്കുകയാണെങ്കിൽ പവർ ഓർ അതോറിറ്റി. പലപ്പോഴും ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. 2 മാർക്കിൽ പവർ അതോറിറ്റിയും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളത് ഡിഫൈൻ ചെയ്യണം. ഈസ് യൂഷ്വലി ഡിഫൈൻഡ് ആസ് ദ എബിലിറ്റി ടു മേക്ക് അതേഴ്സ് ടു ഡു. മറ്റുള്ളവരെ ചെയ്യിപ്പിക്കാനുള്ള ഒരു പവർ. വാട്ട് യു വാണ്ട്, നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത് അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള നമ്മുടെ അധികാരം. അവർക്കത് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്ന് നോക്കാതെ, റിഗാർഡ്ലെസ് ഓഫ് വാട്ട് ദേ ദംസെൽവ്സ് വാണ്ട്. അപ്പോൾ അവർക്കത് ഇഷ്ടമല്ലെങ്കിലും ഇപ്പോൾ പോലീസിന് ഹെൽമെറ്റ് വെപ്പിക്കാം, അല്ലെങ്കിൽ പോലീസിന് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം, വണ്ടി പിടിച്ചെടുക്കാം, വണ്ടി തരുന്നില്ലെന്ന് പറയാം, നീ നടന്നു പോകുമെന്ന് പറയാം, നമ്മൾ നടന്നു പോരും. അപ്പോൾ അതൊക്കെ അവർക്കതിനുള്ള പവറുണ്ട്. അപ്പോൾ പവർ ഓർ റൈറ്റ് ടു ഗീവ് ഓർഡർ, മറ്റുള്ളവർക്ക് ഓർഡർ കൊടുക്കാനുള്ള അധികാരം, മേക്ക് ഡിസിഷൻ തീരുമാനിക്കാനുള്ള അധികാരം, ആൻഡ് എൻഫോഴ്സ് ഒബീഡിയൻസ് അനുസരിക്കൂ എന്ന് പറയാനുള്ള അധികാരം അവർക്കുണ്ട്. അതാണ് അതോറിറ്റി. എന്നാൽ എന്താണ് ഡോമിനേഷൻ? അതായത് ഒരാളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക, അയാളുടെ മാസ്റ്ററായിട്ടിരിക്കുക. മീൻസ് ഇൻഫ്ലുവൻസ് ഓവർ സമ്മൺ, ആരുടെയെങ്കിലും മേൽ സ്വാധീനം സ്ഥാപിക്കുന്നതാണ് ആധിപത്യം. ഇപ്പോൾ സ്ത്രീകളുടെ മേൽ പുരുഷന്മാർ സ്വാധീനം ചെലുത്തുന്നതാണ് ആധിപത്യം. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് നിയമം? നിയമം എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് റൂൾസാണ്. കുറേ നമ്മൾ അത് ലംഘിക്കുന്നവർക്ക് നമ്മൾ ഫൈൻ ഇടും. വിച്ച് പെർട്ടിക്കുലർ കൺട്രി, ഓരോ രാജ്യത്തിനും അവരുടേതായ നിയമങ്ങളുണ്ട്. വിച്ച് റെഗുലേറ്റ് ദ ആക്ഷൻ, ആളുകളുടെ പെരുമാറ്റത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. വിച്ച് മേ എൻഫോഴ്സ് ബൈ ദ ഇമ്പോസിഷൻ ഓഫ് പെനാൽറ്റി, അവർക്ക് ശിക്ഷ. ഇപ്പം നമ്മുടെ രാജ്യത്ത് ശിക്ഷ എന്ന് പറയുമ്പോൾ ഒരു ലോ ലംഘിച്ചാൽ കഴിവതും ഫൈനാണ്. ഇനി അതിലേയും കൂടുതൽ അതൊരു ക്രിമിനൽ ഇതിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ അത് ലോക്കപ്പ് പിന്നെ ജയിലൊക്കെ വരുന്നത്. ഇനി എന്താണ് കോണ്ടസ്റ്റേഷൻ? കോണ്ടസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എതിർപ്പാണ് കേട്ടോ. നമ്മളിപ്പോൾ ഡിസഗ്രിമെൻറ്റ്, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ചെറുപ്പക്കാരോട് ഇപ്പം നമ്മൾ ഇങ്ങനത്തെ വസ്ത്രം ധരിക്കില്ലേ എന്ന് പറഞ്ഞാൽ അവരത് ധരിക്കും, അത് ഞങ്ങൾക്ക് ഇഷ്ടം. നിങ്ങളിങ്ങനെ മുടി വെട്ടല്ലേ എന്ന് പറഞ്ഞാൽ അവരതെർപ്പ് കാണിക്കും. അത് കൗണ്ടർ കൾച്ചർ ഓഫ് യൂത്ത്, അതാണ് അതിന് ഉദാഹരണം. അതായത് യുവാക്കളുടെ വിരുദ്ധ സംസ്കാരം. നമുക്ക് കണ്ടാൽ ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് പഴയ തലമുറയ്ക്ക് തോന്നുമെങ്കിലും അവർക്ക് അത് അവരുടെ സ്റ്റൈലാണ്. മുടി നീട്ടി വളർത്തുക, അല്ലെങ്കിൽ പങ്ക് കൾച്ചർ എന്ന് പറയുന്ന പോലെ കളറടിച്ച് കുറേ മുടി ഒരു സൈഡ് മാത്രം ഷേവ് ചെയ്ത് കളയുക, കാതിൽ കമ്മലുകൾ ഇടുക, അല്ലെങ്കിൽ വസ്ത്രം തന്നെ വല്ല ഇപ്പോൾ നമുക്ക് കാണാമല്ലോ നമ്മൾ കുട്ടികൾ ധരിക്കുന്ന രീതികൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എതിർപ്പ്. അപ്പോൾ ഇത് ഇനി ക്രൈം എന്താണ്? ക്രൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നിലവിലുള്ള നിയമത്തെ അത് ലംഘിക്കുന്നതാണ് ക്രൈം. അപ്പോൾ നമ്മളോട് ചോദിക്കും ക്രൈം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളുണ്ട്, ചെയ്തിട്ടുണ്ട്. കാരണം അന്യായമായ പല കാര്യങ്ങളും നമ്മൾ അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മൾ അതിനെ എതിർക്കാറുണ്ട്. അപ്പോൾ ദ എക്സിസ്റ്റിംഗ് ലോ ഈസ് അൺജസ്റ്റ്. ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ ചൈൽഡ് ലേബർ എന്ന് പറയുന്ന ഒരു രീതി അത് നിയമപരമായി ഉണ്ടായിരുന്ന സൊസൈറ്റിയിൽ, അതായത് ഇപ്പോഴില്ല, അതിനെ എതിർക്കുന്നവരുണ്ടായിരുന്നു. അതിവിടെ നമ്മൾ ഉദാഹരണം പറയണ്ട. നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയുന്നത് എതിർപ്പിന് ഗാന്ധിജി ക്രൈം ചെയ്തിട്ടുണ്ടെന്നുള്ളത് തന്നെ പറയാം. കാരണം എങ്ങനെയാണ്, നമ്മുടെ ബ്രിട്ടീഷുകാരിവിടെ വന്നപ്പോൾ സോൾട്ട് നിയമം ഉണ്ടാക്കി. അതായത് നമ്മളോട് ഉപ്പുണ്ടാക്കാൻ പാടില്ല, കടൽ വറ്റിച്ച് ഉപ്പുണ്ടാക്കാൻ പാടില്ല, നിങ്ങൾ അവരുണ്ടാക്കുന്ന ഉപ്പ് വാങ്ങിക്കണം. ഉപ്പിനാണെങ്കിൽ കുറേ ടാക്സും ഇട്ട്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു ഇല്ല, ഞങ്ങൾ ഉപ്പുണ്ടാക്കി ഞങ്ങൾ കഴിക്കും, ഞങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ ഗാന്ധിജി ക്രൈം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ വെൻ ഗാന്ധിജി ബ്രോക്ക് ദ സോൾട്ട്സ് ലോ അറ്റ് ദണ്ഡി ഹി വാസ് കമ്മിറ്റിംഗ് എ ക്രൈം. അപ്പോൾ അതിൽ ഇന്ത്യൻ ആളുകൾ അഭിമാനിക്കുകയാണ് ചെയ്തത്. ജയിലിൽ പോയി കിടന്നതിനൊക്കെ നമ്മളത് സ്വാതന്ത്ര്യ സമരം നടത്തിയതിനും ബ്രിട്ടീഷുകാരുടെ നിയമം ഡിസൊബീഡിയൻ്റ് അനുസരണക്കേട് കാണിച്ചതിനൊക്കെ ജയിലിൽ കിടന്നപ്പോൾ വളരെ അഭിമാനമായിട്ടാണ് ഇന്ത്യക്കാർ അതിനെ കണ്ടത്. ഇനി എന്താണ് വയലൻസ്?
ഈ എതിർപ്പ് കാണിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ആയുധമെടുക്കുക തീവ്രമായി. ഇപ്പോൾ നമുക്കറിയാലോ നമ്മളുടെ ഇവിടെ വളരെയധികം തീവ്രവാദ സംഘടനകളുണ്ട്. അവരെല്ലാം ഇവിടെ എന്താ ചെയ്യുന്നത്? തീവ്രവാദികൾ അവരിവിടെ ബോംബിടുക, അവരിവിടെ നിരപരാധിയായ ആളുകളെ കൊല്ലുക, അങ്ങനെയൊക്കെ വരുമ്പോൾ അത് വയലൻസാണ്. അപ്പോൾ വയലൻസ് എന്ന് പറഞ്ഞാൽ ഈസ് ആൻ എക്സ്ട്രീം ഫോം ഓഫ് കോണ്ടസ്റ്റേഷനാണ്. അപ്പോൾ ഇത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക. ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യുന്നത് പോലീസാണ്. പോലീസ് ആർ ദ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെമ്പേഴ്സ് ഇൻ എ സൊസൈറ്റി ദാറ്റ് എൻഫോഴ്സ് ലോ ആൻഡ് ഓർഡർ. ഇറ്റ് ഓൾസോ ചെക്ക് എനി വയലേഷൻ ആൻഡ് അഷ്വർ പണിഷ്മെൻറ്റ് ടു ദ കൾപ്രിറ്റ്സ്. കുറ്റവാളികൾക്ക് ശിക്ഷ നൽകുന്നതും പോലീസാണ്. അപ്പോൾ ഇത്രയും ഭാഗം ആദ്യം പഠിക്കുക. ഒരു ഭാഗവും കൂടിയുണ്ട് ഈ ചാപ്റ്ററിൽ, അത് അടുത്ത വീഡിയോയിലായിട്ട് ഇടാം.